എല്ലാ മാന്യപ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വളഞ്ഞമ്പലം എറണാകുളത്ത് തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നും ഒരു ബാച്ച് റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. പ്രിയദർശൻ്റെ ചന്ദ്രലേഖ ഗംഭീര സിനിമയാണ്, കോമഡിയാണ് ഫുള്ള്. അപ്പോൾ അതിൽ ലാലേട്ടൻ നമ്മുടെ ശ്രീനിവാസനടുത്ത് അവരുടെ ഹോസ്പിറ്റൽ സീക്വൻസ് കഴിഞ്ഞ് സുകന്യമായിട്ടുള്ള ഹോസ്പിറ്റൽ സീക്വൻസ് കഴിഞ്ഞ് വന്ന് ശ്രീനിവാസനോട് പറയുന്ന ഒരു ഡയലോഗാണ്. സ്പീഡിൽ ഭയങ്കര രസകരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് കുട്ടികൾക്ക് കൊടുത്ത് അവരെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടാമത്തെ എപ്പിസോഡാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് അതിമനോഹരമായിരുന്നു. അപ്പോൾ ഈ എപ്പിസോഡിൽ ആദ്യം ഞാൻ വരാം എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. അത് ഇവിടുത്തെ മിസ്സാണ് അല്ലേ? എന്താണ് പേര്? എലിൻ. വരും പ്ലീസ്. ഹലോ. ഹായ്. എലിൻ ആണല്ലേ? യെസ്. ഓക്കെ. എവിടെയാണ് നാട്? എവിടെയാണ്? നേറ്റീവ് കോയമ്പത്തൂർ. ഓക്കെ. മലയാളം? മലയാളമൊക്കെ നല്ലോണം അറിയാം. നല്ല ചെറിയ തമിഴ് അല്ലേ? അതെ അതെ. നല്ല രീതിയിൽ പാട്ട് പാടാനും കൂടി മിസ്സിന് കഴിവുണ്ടെന്ന് ഞാൻ കേട്ടു. ഒരു പാട്ട് കൂടി തുടങ്ങിയിട്ട് വരാം. ഭയങ്കര എക്സ്പെക്ടേഷൻ വേണ്ട. ഒൻറാ ரெண்டா ஆசைகள் எல்லாம் சொல்லவே ஒரு நாள் போதுமா அன்பே இரவை கேட்கலாம் விடியல் தாண்டியும் இரவை நீளுமா ஏன் கனவில்லா நான் கண்ட நாளிதுதான் கலாப காதலா பார்வைகளாலா பல கதைகளா பேசிடலாம் கலாப காதலா കലാപ കാതല. റെഡി ആക്ഷൻ. ഇന്നലെ രാത്രി പാതി ചത്ത ശവത്തിന് നാട്ടുകാരെല്ലാം പിടിച്ച് എൻ്റെ മടിയിൽ വെച്ച് തന്നില്ലേ? ഇന്നലെ രാത്രി പാതി ചത്ത ശവത്തിന് നാട്ടുകാരെല്ലാം കൂടി എൻ്റെ മടിയിൽ വെച്ച് തന്നില്ലേ? അതിനെ ഞാൻ ചുമന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് ചെന്നു. അവിടെ കുറേ പണ്ടാരങ്ങൾ എന്നെ പിടിച്ച് ആശുപത്രിയിലേക്ക് കയറ്റി. അവിടെ പിന്നെ ചപ്പും ചവറും കുറേ പേപ്പറുകളിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. ആ വെപ്രാളത്തിൽ ഞാൻ കിടന്ന് അങ്ങാട് ഒപ്പിട്ട് കൊടുത്തു. അതുവരെ എനിക്കറിയാം. 77-15 അതാ 12-13 എന്തായാലും KL7 ആണെന്ന് ഉറപ്പാണ്. അങ്ങനെ അവരുടെ നായരുമായി അല്ലേ പോകുമ്പോ എന്നിട്ട് ഈ പെട്ടിയും എന്റെ തലയിൽ വെച്ചും കൊടുത്ത് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് നിന്റെ മാമ വന്നിട്ട് ഒളക്കയുമായിട്ട് ഓം ശാന്തി ഓം. ഷാരൂഖ് ഖാന്റെ പടം, ഷാരൂഖ് ഖാന്റെ ജൂം ബറാബർ ജൂം. താൻ ഷാരൂഖ് ഖാന്റെ പടം പറഞ്ഞ ഞാൻ അമിതാഭ് ബച്ചന്റെ പടം പറയും. എങ്ങനെ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കിയപ്പോഴാണ് നിന്റെ ഒടിഞ്ഞ മാമൻ ഒളക്കയുമായിട്ട് അവിടെ കുറെ പോലീസുകാരുമായിട്ട് കറങ്ങി നടക്കുന്നു. അയാളുടെ കണ്ണിൽ നിന്ന് അതെനിക്കറിയില്ല കേട്ടോ ചേട്ടാ. ഞാന് എന്റെ നാട്ടില് പുതുസ് അതങ്ങോട്ട് കളഞ്ഞു. എനിക്ക് ഇവിടെ ആരെയും അറിയില്ല. നാണ് കേരളത്തിൽ നിന്ന് വന്നത്, വെളിനാട്ടിൽ നിന്ന് വന്നത്. അയാളുടെ കണ്ണിൽ പെറ്റ് പുലിവാലാകാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു. നേരെ വെളുത്തപ്പോ അവളുടെ ആൾക്കാരും തന്തയുമായിട്ട് എല്ലാരും അവളുടെ തന്തയും കുറെ ആൾക്കാരും കുറെ ആൾക്കാരും ഒരു പട പോലെ വന്നു. അവളുടെ തന്ന ഓടി വന്ന് എന്റെ കാലിൽ വീണു. മംഗളേശ്വര ശിഷ്യ കോഴി സോറി കാലിൽ വീണു. അവിടെ നിന്ന് ഞാൻ തലം കുത്തി മറിഞ്ഞു വീണു. കാലിൽ വീണു. അവിടുന്ന് തന്റെ തലയും കറങ്ങി
ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഈ മാൻപവർ ബ്ലോക്ക് ആക്കി. ഇത് യാറ് തയ്ച്ച സട്ടை താത്ത തയ്ച്ച സട്ടை. இது யார் தைச்ச சட்டை என் தாத்தா தைச்ச சட்டை. അത് സ്പീഡിൽ 3 പ്രാവശ്യം. இது யார் தைச்ச சட்டை என் தாத்தா தைச்ச சட்டை. இது யார் தைச்ச சட்டை என் தாத்தா தைச்ச சட்டை. இது யார் தைச்ச சட்டை என் தாத்தா தைச்ச சட்டை. ആഹാ, അടിപൊളി. என்னை கண்டு மயங்காத பெண்கள் உண்டோ? എന്തോ പേര്? ആദർശ്. 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 ഓക്കെ ഓക്കെ. ഏതിനാണ് ഇവിടെ പഠിക്കുന്നത്? ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സ്. എവിടെ വീട്? ഇവിടെ തൃശ്ശൂർ. റെഡി ആക്ഷൻ. ഇന്നലെ രാത്രി നിങ്ങളെല്ലാരും കൂടി പാചകത്തെ ശവത്തെ നിങ്ങൾ തന്ന് ആശുപത്രിയിലോട്ട് വിട്ടില്ലേ? ഇതെന്താ അലുവേ? എന്നെ കൊണ്ടുപോവല്ലേ, എന്നിൽ ഔഷധ ഗുണമില്ലേ, എന്നിൽ ഔഷധ ഗുണമില്ലേ. ഇന്നലെ രാത്രി എല്ലാരും കൂടി പാചകത്തെ ശവത്തിനെ എന്റെ മടിയിലോട്ട് വെച്ചെന്നില്ലേ? അതിന് താങ്ങി പിടിച്ച് ഞാൻ ആശുപത്രിയിൽ ചെന്നു. അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ വലിച്ച് ആശുപത്രിയിലോട്ട് കയറ്റി. അവിടെ ചവർ പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ അതിലൊക്കെ ഒപ്പിട്ട് കൊടുത്തു. അതോടെ ഞാൻ അവിടെ നായരുമായി. ഈ പെട്ടിയും തലയിൽ വെച്ചെന്ന് എന്നോട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. അതും കൊണ്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും തപ്പി പോലീസുമായി കറങ്ങി നടക്കുന്നു. അവരുടെ കണ്ണിൽ പെടാണ്ട് അവരുടെ കണ്ണിൽ പെട്ട പുലിവാലാകുന്നു കരുതി ഞാൻ മാറി കുത്തിയിരുന്നു. അങ്ങനെയല്ലേ? എടുക്കൂല. അതെന്താണോ നാക്കെടുത്താ ഞാൻ നുണയെ പറയൂ. നാക്കി കുത്തി തൊളയിടരുത്. നേരെ വെളുത്തപ്പോ അവളെ തന്തി കൊറേ ആൾക്കാരും കൂടി ആശുപത്രിയിലോട്ട് വന്നു. എന്നെ കണ്ടതും തന്ത കാലിലോട്ട് വീണു. അവിടുന്ന് തലയും കുത്തി താഴോട്ടു. ഒന്നാം മല കയറി പോകണ്ടേ, അവിടുന്ന് പേരെന്താണ്? അനുപമ. അനുപമ. ഏതാണ് പഠിക്കുന്നത്? ഏതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ. എവിടെ നാട്? തൃശ്ശൂർ. തൃശ്ശൂരാണ്. ആക്ഷൻ. ഇന്നലെ രാത്രി പാതിയത്തെ ശവത്തിന് എല്ലാരും കൂടി എന്നെ മടിയിലോട്ട് വെച്ച് തന്നില്ലേ? അതിനെ താങ്ങി പിടിച്ചോണ്ട് ഞാൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. വിജൃംഭിച്ചത് അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? അതിനെയും താങ്ങി പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് പോയി. അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ചു വലിച്ച് ആശുപത്രിയിലോട്ട് കയറ്റി. എന്നിട്ട് കുറെ ചവർ പേപ്പർ ഒപ്പിടാൻ പറഞ്ഞു. ആ ഒരു അഭിപ്രായത്തിൽ ഞാൻ എല്ലാം ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ അവളുടെ നായരുമായി. എന്നിട്ട് ഈ പെട്ടി തലയിലോട്ട് ചെന്നിട്ട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. നിന്റെ മുടിഞ്ഞ മാമ ഒലക്കല മൂടും അന്വേഷിച്ച് അവിടെ അയ്യോ ഇത് എന്താ? എന്താണ് ഒലക്കല മൂടും അന്വേഷിച്ച് അവിടെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മുന്നപ്പെട്ട് പുലിവാലാക്കണ്ടെന്ന് കരുതി. എന്നിട്ട് നിധി ആക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടി താങ്ങി പിടിച്ച് ഞാനവിടെ ഇരിക്കുകയായിരുന്നു. നേരം വെളുത്തപ്പോ അവളുടെ തന്തയും കുറെ ആളുകളും കൂടെ പട പോലെ വന്നു, ആശുപത്രിയിലോട്ട് വന്നു. എന്നെ കണ്ടതും അലറി വിളിച്ച് എന്റെ കാലിലോട്ട് വീണു. പിന്നെ അലറി അലറി വിളിച്ച് എന്റെ കാലിലോട്ട് വീണു. പിന്നെ അവിടെ തലകുത്തി താഴോട്ട്. എന്നെ കണ്ടോ തലതല്ലി കാലിലോട്ട് വീണു. കാലിലോട്ട് വീണു. അങ്ങനെയല്ലേ? മാറ്റിട്ടുണ്ടോ? എന്താ ആ വാതിൽ പൂട്ടിയിട്ടുണ്ടോന്ന് നോക്കാം. അവളുടെ തന്തയും കുറെ ആളുകളും കൂടെ ഒരു പട പോലെ അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് വന്ന് എന്നെ കണ്ടതും അരച്ച് തല്ലി കാലിലോട്ട് വീണ്. അവിടെ തലകുത്തി താഴോട്ടും. ഉറപ്പിക്കാൻ പല വരി അതിലൊരു ചെറുവരി അതിനൊരു മറുവരി പറഞ്ഞു. പല വരി അതിലൊരു ചെറുവരി. പല വരി അതിലൊരു ചെറുവരി. പല വരി അതിലൊരു ചെറുവരി. പല വരി അതിലൊരു ചെറുവരി. അതിലൊരു മറുവരി. എഴുതണം ഒരു തരി. പല വരി അതിലൊരു ചെറുവരി. അതിനൊരു മറുവരി. എഴുതണം ഒരു തരി. 1 2 3 സ്റ്റാർട്ട് ഫാസ്റ്റ്. അയ്യോ എന്ന് പറയില്ല. പല വരി അതിലൊരു ചെറുവരി പല വരി അതിലൊരു ചെറുവരി അതിനൊരു മറുവരി എഴുതണം ഒരു തരി. 1 2 3 സ്റ്റാർട്ട്. പല വരി അതിനൊരു ചെറുവരി. 1 2 3 സ്റ്റാർട്ട്. പല വരി അതിലൊരു ശ്രദ്ധിച്ചായിട്ടുള്ള 1 2 3 സ്റ്റാർട്ട്. പല വരി അതിനൊരു ചെറുവരി അതിനൊരു മറുവരി
ശ്രദ്ധിച്ച് കേട്ടോ, പറഞ്ഞോളൂ മോനെ. മറുപടി അയ്യോ, പലവരി അതിലൊരു ചെറുവരി, ചെറുവരി അതിലൊരു മറുവരി, അതിലൊരു മറുവരി, എഴുതണം ഒരു തരി. എഴുതണം ഒരു തരി. പലതരി നീ എന്താണ് പറയുന്നത്? പലവരി അതിനൊരു പലവരി അതിനൊരു മറുവരി, പലവരി അതിലൊരു ചെറുവരി, അതിലൊരു മറുവരി, എഴുതണം ഒരു തരി. പലവരി അതിലൊരു ചെറുവരി എഴുതണം ഒരു വരി, പല വരി അതിലൊരു ചെറുവരി എഴുതണം മറുവരി. പേരെന്താണ്? ഇങ്ങോട്ട് വാ. പേരെന്താണ്? അൽഷ. ഇവിടെ നിങ്ങൾ സംസാരിക്കരുത് കേട്ടാ. എന്താണ് പേര്? പറയും. അൽഷ. എവിടെ നാട്? കൊല്ലം. കൊല്ലത്തെവിടെ? കൊല്ലം. ഇവിടെ വല്ലാതെ കേട്ടോ, കട്ടായി നിൽക്കുകയാണ്. നിന്റെ ഐറ്റമാണ്. അയ്യോ മാന്യ സദസ്സിനാമനെ. അയ്യോ ഞാനിവിടെ ചേർത്തല. കൊല്ലമാണോ ചേർത്തലയാണോ? സത്യത്തിൽ എവിടാ? സത്യത്തിൽ ചേർത്തല. സത്യത്തിൽ ചേർത്തല, പക്ഷെ കള്ളം പറഞ്ഞാൽ കൊല്ലത്താണെന്ന്. എന്റെ സ്ഥലം കൊല്ലമാണ്. കല്യാണം കഴിച്ചോണ്ട് വന്നേക്കുന്നേ അവിടെ. ഇവിടെ വർക്ക് ചെയ്യുന്നു. എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇവരുടെ സ്റ്റുഡന്റ് മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. വെരി ഗുഡ്. പലവരി അതിലൊരു ചെറുവരി, അതിനൊരു മറുവരി, എഴുതണം ഒരു തരി. റെഡി, ആക്ഷൻ. പല വരി അതിലൊരു ചെറുവരി, അതിലൊരു മറുവഴി, വഴി, അതിലൊരു എഴുതണം ഒരു തരി. ഷൂട്ട് ചെയ്യല്ലേ? പല വരി അതിലൊരു ചെറുവരി, അതിലൊരു മറുതരി, അതിലൊരു എഴുതണം ഒരു തരി. അങ്ങോട്ട് ക്യാമറ അവിടെ അല്ലയോ? പല വഴി, ഇങ്ങോട്ട് വാ. വഴിയല്ലെന്ന് വരി. പല വരി അതിലൊരു വരി, പല വരി അതിലൊരു ചെറുവരി, അതിലൊരു മറുവഴി, വഴിയല്ലെന്ന് വരി, അതിലൊരു എഴുതണം ഒരു തരി. എന്തൊക്കെയാണ് വിശേഷം? പേരെന്താണ്? മാളവിക. എവിടെയാണ്? ആലപ്പുഴ. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. റെഡി, ആക്ഷൻ. ഇന്നലെ അത് ആക്ട് ചെയ്ത് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ രസകരമാണ്. എനിക്കറിയത്തില്ല. എനിക്ക് അപ്പന്റെ ആക്ടിങ് അറിയില്ല. ഇന്നലെ പാതി ചത്ത ശവത്തെ നിങ്ങൾ എല്ലാരും കൂടെ എന്റെ തലയിൽ. ഇവിടെ കഥ നടക്കുന്നതാ. ഈ സോറിയും താങ്ക്സ് ഒന്നും കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. ഒന്നുമില്ലേ? ആയിക്കോട്ടെ. ഇന്നലെ പാതി ചത്ത ശവത്തെ നാട്ടുകാരെല്ലാം ഇന്നലെ പാതി ചത്ത ശവത്തെ നാട്ടുകാരെല്ലാരും കൂടെ എന്റെ മടിയിലോട്ട് വെച്ച് തന്നില്ലേ? അതിനെ കൊണ്ട് ഞാൻ നേരെ ആശുപത്രിയിലോട്ടാണ് പോയത്. അവിടെ വെച്ച് കുറെ പണ്ടാരങ്ങൾ എന്നെ ആശുപത്രിയിലോട്ട് വലിച്ചു കയറ്റി. അവിടെ അവർ കുറെ പേപ്പറിലെല്ലാം എന്നോട് ഒപ്പിടാൻ പറഞ്ഞു. അപ്പോഴത്തെ വെപ്രാളത്തിൽ ഞാൻ അതിലെല്ലാം ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ അവരെന്റെ തലയിലോട്ടൊരു പെട്ടി വെച്ച് തന്നിട്ട് അതോടെ ഞാൻ അവളുടെ നായരുമായി. അപ്പൊ അവളുടെ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് തന്നിട്ട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചപ്പോൾ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും കുറെ പോലീസുകാരായിട്ട് അവിടെ കറങ്ങി നടക്കുന്നു. അപ്പൊ അവരുടെ കണ്ണിൽ പെട്ട് പുലിവാല് പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ പെട്ടിയായിട്ട് അവിടെ കുത്തിയിരുന്ന്. നേരം വെളുത്തപ്പം അവളുടെ തന്തയും കുറെ നാട്ടുകാരും നേരം വെളുത്തപ്പോ അവളുടെ തന്തയും കുറെ ആൾക്കാരും പട പോലെ ആശുപത്രിയിലോട്ട് വന്ന് അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് വന്ന് അവളുടെ തന്ത എന്നെ കണ്ടതും എന്റെ കാലിലോട്ട് വീണു. പിന്നെ അവിടെ നേരെ താഴ്ത്തോട്ട് വീണു. 10 തത്ത ചത്തു. 10 തത്ത ചത്തു. ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു. ചത്ത തത്ത പച്ച. അത് പെട്ടെന്ന് 3 വർഷം പറഞ്ഞിട്ട് ഓടിപ്പിക്കും. റെഡി, ആക്ഷൻ. 10 തത്ത ചത്തു. ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു. അയ്യേ ചമ്മിപ്പോയേ. ഇതിലൊരു അഭിനേതാവിനെ ഞാൻ കാണും. ഓക്കെ, പേരെന്താണ്? ജിതിൻ. എവിടെ? പത്തനംതിട്ട. ഇവിടെ ഏതിനാണ്? ഓക്കെ, റെഡി, ആക്ഷൻ. ഇന്നലെ രാത്രി പാതി എത്ര ശവത്തിനെ നാട്ടുകാരെല്ലാം കൂടെ എന്റെ മടിയിലോട്ട് വെച്ച് തന്നില്ലേ?
അതിനെയും താങ്ങി പിടിച്ച് ഞാൻ ആശുപത്രിയിലോട്ട് പോയി. എന്നിട്ട് അവരെന്തൊക്കെയോ പേപ്പറിൽ കടലാസിൽ ഒപ്പിടാൻ പറഞ്ഞു. കടലാസിൽ ഒപ്പിടാൻ പറഞ്ഞു. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കല്ലാസ്. കല്ലാസല്ല, കള്ളാസ്. ഞാൻ അതെല്ലാം ഒപ്പിട്ട് അവളുടെ നായരായി. നായർ വെട്ടി വരെ പോയില്ല ഞാൻ. എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിൽ വെച്ചിട്ട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. ആ പെട്ടി ഞാൻ കുത്തിയിരുന്നു. നീ ആക്ട് ചെയ്യണോ? എടാ ഭാവം ഭാവം അഹംഭാവം. നീ വായിച്ചു കൊടുത്താൽ മതി, ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം. ആ പെട്ടി എടുത്ത് രക്ഷപ്പെടാനിരിക്കുമ്പോഴത്തേക്കും നിന്റെ മാമ ഒലക്കയുടെ മൂടുമായി പണ്ടാരക്കാരൻ വന്നു. വേണ്ട മോളെ, ചായം ബജ്ജൊന്നും ഇപ്പൊ വേണ്ട. ഒലക്കയുടെ മൂട് അന്വേഷിച്ച് കുറെ പോലീസുകാരായിട്ട് വന്ന് അവരുടെ കണ്ണിൽ പെട്ടപ്പോ പെട്ടില്ല. പെടണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവിടെ കുത്തിയിരുന്നു. നേരം വിളിച്ചപ്പോ ഓടിപ്പോയി. അവരുടെ തന്തയും കുറെ ആൾക്കാരുമായിട്ട് അലറി വിളിച്ച് ആശുപത്രിയിലോട്ട് വന്നു. 1ാം ക്ലാസ്സുകാരൻ വന്നിന്ന് പറയുന്നവനെ കൊണ്ട് ആക്ട് ചെയ്യാൻ വന്ന് നിൽക്കുകയാണ്. മൊട്ടേന്നൂരിയാത്ത ചെക്കൻ്റെ അടുത്തല്ലേ നെഞ്ചുരിക്കാൻ പറയണത്. എന്താ മോളെ പേര്? അനീഷ. അനീഷ എവിടെ നാട്? നാട്ടിൽ ആലപ്പുഴ. ആലപ്പുഴ. ഓക്കെ ആണല്ലോ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇന്നലെ രാത്രി അയ്യോ ഇന്നലെ പറയാൻ പറ്റില്ല. കഥാപാത്രം ആവാഹിച്ചോ? ഒരു മിനിറ്റ്, ഇത് ഇച്ചിരി നീക്കി പിടിക്കും. ഇത് നീക്കി പിടിച്ചാൽ കേൾക്കണ്ടേ? ആവാഹിച്ചോ കഥാപാത്രത്തെ? ഇന്നലെ രാത്രി കഥാപാത്രത്തെ ആവാഹിച്ചോ? ശരി, ആക്ഷൻ. ഇന്നലെ രാത്രി നാട്ടുകാരെല്ലാം കൂടെ ഒരു ശവത്തിന് എന്റെ മടിയിലോട്ട് വെച്ച് ഒരു ശവത്തിന് എന്റെ മടിയിലോട്ട് വെച്ച് തന്നില്ലേ? ഇന്നലെ രാത്രി പാതി ചത്തൊരു ശവത്തിന് നാട്ടുകാരെല്ലാരും കൂടെ എന്റെ മടിയിലോട്ട് വെച്ച് തന്നില്ലേ? ഞാൻ അതിനെ എടുത്തോണ്ട് ആശുപത്രിയിലോട്ട് പോയി. അവിടെ എത്തിയപ്പോ ആശുപത്രിക്കാര് അവിടുത്തെ പണ്ടാരങ്ങൾ എന്നെ വലിച്ച് ആശുപത്രിയുടെ അകത്ത് കയറ്റി. എന്നിട്ട് എന്തോ ചവറ് പേപ്പറിലൊക്കെ എന്നോട് ഒപ്പിടാൻ പറഞ്ഞു. അന്നേരത്തെ വെപ്രാളത്തിൽ ഞാൻ എല്ലാത്തിലും ഒപ്പിട്ട് കൊടുത്തു. അതോടുകൂടി ഞാൻ ഉള്ള നായരായി. എന്നിട്ട് ഈ പെട്ടി എടുത്ത് തലയിൽ വെച്ച് വന്നിട്ട് ഇവിടെ കുത്തി ഇരുന്നോളാൻ പറഞ്ഞു. എങ്ങനെയാലും ഇവിടുന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂട് അന്വേഷിച്ച് ഇവിടെ കുറെ പോലീസുകാരുമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അവരുടെ കണ്ണിൽ പെട്ട് എന്താ പുലിവാലാവണ്ട വിചാരിച്ചിട്ട് ഞാനിവിടെ നിധിയാക്കണ ഭൂതത്തിനെ പോലെ പെട്ടിയും കെട്ടിപ്പിടിച്ച് ഇവിടെ കുത്തിയിരുന്നു. നേരെ വെളുത്തപ്പോ നിന്റെ തന്ത എന്താ നേരെ വെളുത്തപ്പോ അവളുടെ തന്തയും കുറെ ആൾക്കാരും അലറി വിളിച്ച് ആശുപത്രിയുടെ അകത്തോട്ട് വന്നു. അവളുടെ തന്ത എന്നെ കണ്ടതും എന്റെ കാലോട്ട് വീണ്. പിന്നെ അവിടെ തലയും കുത്തി താഴ്ത്തു വീണു. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. എന്താ പേര്? അശ്വിനി. അശ്വിനി, ഓക്കെ. എവിടെ നാളെ എവിടെയാണ്? ചോറ്റാനിക്കര. ഇവിടെ പോയി ഏതാ? മെന്ററായിട്ട്, സ്റ്റുഡന്റ് മെന്ററായിട്ട്. പാട്ട് പാടുമോ? പാട്ട് പഠിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ പാട്ട് പാടുമെന്ന് അർത്ഥം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം, കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം, കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. അടിപൊളിയായിട്ട് പോയി കേട്ടോ. 1 2 3 ആക്ഷൻ. ഇന്നലെ രാത്രി പാതിചത്ത ശവത്തിനെ ഇന്നലെ രാത്രി പാതിചത്ത ശവത്തിനെ എല്ലാരും കൂടി എന്റെ മടിയിൽ വെച്ച് തന്നില്ലേ? അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ എല്ലാരും കൂടി എന്നെ വലിച്ച് ആശുപത്രിയിലേക്ക് കയറ്റി. അവിടെ ചെന്ന് ഏതൊക്കെയോ പേപ്പറിൽ എന്നോട് ഒപ്പിടാൻ പറഞ്ഞു, ചവർ പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ അതെല്ലാം ഒപ്പിട്ട് കൊടുത്തു. അവരെന്നെ അവരുടെ നായരാക്കി. മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ? ഈ ഇരിക്കണം ഞാനില്ലേ? അത് ഞാനല്ല, ഞാൻ എവിടെയോ ആണ്. പെട്ടിയും ചുമന്ന് ഞാൻ അവിടെ
പെട്ടി എൻ്റെ തലോട്ട് വെച്ച് തന്നു. ഞാനവിടെ കുത്തിയിരുന്നു. എൻ്റെ അടുത്ത് കുത്തിയിരിക്കാൻ പറഞ്ഞു. അതും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ നിന്റെ മാമ ഒലക്കയുടെ മൂടും കൊണ്ട് ഒലക്കയുടെ മൂട് ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ വെക്കട്ടെ, അവിടെ വെക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ച് പോ. ഒലക്കയുടെ മൂടുമായിട്ട് അവിടെ പോലീസുകാരൻ എന്നെ പോയി കംപ്ലീറ്റ് ഇങ്ങോട്ട് നോക്ക്. ചരലുരുളും പുഴയിൽ മണലുരുളൂല. പറ. ചരൽ ഉരുളും പുഴയിൽ മണൽ ഉരുളൂല. മണലുരുളും പുഴയിൽ ചരലുരുളൂല. മണൽ ഉരുളും പുഴയിൽ ചരൽ ഉരുളൂല. ചരൽ ഉരുളൂല. ചരൽ ഉരുളും പുഴയിൽ മണൽ ഉരുളൂല. മണൽ ഉരുളും പുഴയിൽ ചരൽ ഉരുളൂല. ഓ, ഈ റൈമണ്ടിന്റെ നക്സലൈറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിൻ. ചരൽ ഉരുളും പുഴയിൽ മണൽ ഉരുളൂല. മണൽ ഉരുളും പുഴയിൽ ചരൽ ഉരുളൂല. ചരൽ ഉരുളും പുഴയിൽ മണൽ ഉരുളൂല. മണലുരുളൂല. മണലുരുളും പുഴയിൽ ചരൽ ഉരുളൂല. ചരലുരുളൂല. റെഡി, ആക്ഷൻ. ചരലുരുളും പുഴയിൽ മണലുരുളൂല. മണലുരുളും പുഴയിൽ ചരലുരുളൂല. ചരൽ ഉരുളും പുഴയിൽ മണൽ ഉരുളൂല. ചരൽ ഉരുളും പുഴയിൽ മണൽ ഉരുളൂല. മണൽ ഉരുളും പുഴയിൽ ചരൽ ഉരുളൂല. ശരി സാർ.